അമ്പലത്തിലേക്ക് പശുവിൻ്റെ അവശിഷ്ടങ്ങൾ എറിയുക, മലം വാരി എറിയുക, ശോഭായാത്രയ്ക്കെതിരെ എറിയാൻ വേണ്ടി ബോംബുണ്ടാക്കുമ്പോൾ കയ്യിലിരുന്ന് പൊട്ടി ബലിദാനിയാവുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു അർത്ഥത്തിൽ തമാശയായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെയാണത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ഹിറ്റ്ലറിൻ്റെ ആളുകളാണ്, ജർമ്മനിയിലാണ്. അപ്പോൾ ഈ രണ്ടാം ലോകമായ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്. അതായത് ജർമ്മനിക്ക് പോളണ്ട് അധിനിവേശം ചെയ്യണം. അപ്പോൾ പോളണ്ട് എന്തോ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ആദ്യം ചെയ്തു. ഹിറ്റ്ലറുടെ സേന പോളിഷ് സൈനികരുടെ വേഷം ധരിച്ച് ജർമ്മനിയിലെ തന്നെ ഒരു റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു, കുറേ പേരെ കൊന്നു. അങ്ങനെയാണ് പോളണ്ട് അധിനിവേശം നടക്കുന്നത്. അതായത് ചരിത്രത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ്റെ ഈ 1939 നടക്കുന്നത്. അപ്പോൾ ജർമ്മനി അത് ചെയ്തു. പിന്നെ അത് ഏറ്റെടുത്തതാരാണെന്നറിയാം, ഇസ്രായേലാണ്. ഇസ്രായേൽ ലോകം മുഴുവൻ അത് നടത്തുന്നുണ്ട്. മൊസാദിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്. അവർ വേറെ തരത്തിൽ പോയിട്ട് വേറെ ഐഡൻറ്റിറ്റിയിൽ പോയി ഒരു ആക്രമണം നടത്തുക, രണ്ടുപേർ തമ്മിലടിപ്പിക്കുക. ഇത് അവരുടെ പണിയാണ്. അത് ഇസ്രായേൽ വളരെ വിദഗ്ധമായി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ഏറ്റെടുത്തുള്ളത് RSS ആണ്. 2000 മുതൽ, അതായത് അമേരിക്ക ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അന്നു മുതൽ ഏതാണ്ട് 2013 വരെ ഇന്ത്യയിൽ ഡസൻ കണക്കിന് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പാർലമെൻറ്റ് ആക്രമണം നടന്നു. ബോംബെ തന്നെ 3 പ്രാവശ്യം ട്രെയിനിന് ബോംബ് വെച്ചു, 3 പ്രാവശ്യം ബസ്സിൽ ബോംബ് വെച്ചു. ആളുകൾ മരിക്കുകയാണ്, 100 ആൾക്കാർ മരിക്കുകയാണ്. ഇരട്ട സ്ഫോടനം, ബോംബെയുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ സ്ഫോടനം ഉണ്ടായി 100-200 പേര് മരിച്ചു. ഇങ്ങനെയുള്ള കുറേ അധികം സ്ഫോടനങ്ങൾ നടന്നു. ഈ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അന്ന് പത്രം വായിക്കുമ്പോൾ എന്താണ്, ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യൻ മുജാഹിദീൻ, ഈ സ്ഫോടനത്തിന് പിന്നിൽ ഹുജി, ഇങ്ങനെയുള്ള നമ്മൾ ഇതുവരെ കേൾക്കാത്ത പുതിയ ഭീകര സംഘടനകളുടെ പേരുവരാണ്. ഈ പേരൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ആർക്കും അറിയില്ല. അങ്ങനെ സംഘടന ഉണ്ടോ? ഇല്ല.